എല്ലാവർക്കും നമസ്കാരം. ഫോട്ടോഷോപ്പ് ട്യൂട്ടോറിയലിന്റെ 5ാമത്തെ ക്ലാസ്സാണിത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത് ലേയേഴ്സ് പാനലിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതുപോലെ മാർക്കറ്റ് ടൂളിനെ കുറിച്ചിട്ടൊക്കെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രീ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞുള്ള ടൂളിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ ഒരു വീഡിയോ ആണ് കാണണമെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ വീഡിയോസ് കൂടെ കാണുക, കാരണം തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകളായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ പുതിയൊരു ലെയർ ആഡ് ചെയ്യണം. ശേഷം ഒരു സെലക്ഷൻ വരച്ചിട്ട് അതിലൊരു കളർ ഫില്ല് ചെയ്തു. ഇനി എഡിറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഫ്രീ ട്രാൻസ്ഫോം. Ctrl+T ആണ് അതിൻ്റെ ഷോർട്ട് കീ. അതിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഔട്ടർ ഏരിയ ശ്രദ്ധിക്കുക. ഇത് കണ്ടോ, ഒരു ബോക്സ് അവിടെ വന്നിട്ടുണ്ട്. അതായത് ബൗണ്ടിങ് ബോക്സ് ഇവിടെ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അതിൽ തന്നെ ഒരു കോർണറിലും ഇതിൻ്റെ മിഡിലൊക്കെ ആയിട്ട് ചെറിയ ചെറിയ സ്ക്വയറുകൾ നമുക്ക് കാണുന്നില്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കൺട്രോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്രീ ട്രാൻസ്ഫോം ടൂൾ യൂസ് ചെയ്യുന്നത് ഒരു ഒബ്ജക്റ്റിനെ സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പുറമെ വേറെ കുറച്ച് കാര്യങ്ങളോട് ചെയ്യാം. സ്കെയിൽ, റൊട്ടേറ്റ്, സ്ക്യൂ, ഡിസ്റ്റോർട്ട്, പെർസ്പെക്റ്റീവ്, വാർപ്പ്, അതുപോലെ തന്നെ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ടൂൾ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂൾ കൂടിയാണ്. അപ്പോൾ നമുക്ക് ഏതൊരു വർക്ക് ചെയ്യുമ്പോഴും ഇത് ആവശ്യമായിട്ട് വരാറുണ്ട്. ഇനി ഷേപ്പിനൊന്ന് സ്കെയിൽ ചെയ്ത് നോക്കാം. അപ്പം അതിനായിട്ട് ഞാൻ മൗസ് പോയിന്റർ ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പം അതിൻ്റെ ഈ സിമ്പിൾ മാറിയിട്ട് ഒരു ലൈനായിട്ട് മാറിയത് കാണാൻ പറ്റും. കണ്ടോ? അപ്പോൾ ഈ എഡ്ജിൽ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം പുറത്തേക്ക് ഡ്രാഗ് ചെയ്യണം. മൗസ് ക്ലിക്ക് ചെയ്തിട്ട് പുറത്തേക്ക് വലിക്കുമ്പോൾ ആ ഷേപ്പ് വലുതാവും. അതുപോലെ തന്നെ ഉള്ളിലേക്കാണെന്നുണ്ടെങ്കിൽ അത് ചെറുതാവും. ഇങ്ങനെ ഏത് സൈഡ് വേണമെങ്കിലും നമുക്ക് വലുതാക്കാനോ ചെറുതാക്കാനോ പറ്റും. ഈ ഷേപ്പിന്റെ കോർണറിൽ ക്ലിക്ക് ചെയ്ത് എന്താ സംഭവിക്കാൻ നോക്കാം. കോർണർ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ എന്താ സംഭവിക്കാൻ നോക്കാം. കണ്ടോ? അപ്പോൾ രണ്ട് സൈഡ് നമുക്ക് സ്കെയിൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ടോപ്പും റൈറ്റും സ്കെയിൽ ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഏത് കോർണർ ആണെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള, ഇതിപ്പോൾ ലെഫ്റ്റും ബോട്ടും ആണിപ്പോൾ വലുതാവുന്നത്. അപ്പോൾ ഇത് നമ്മൾ സ്കെയിൽ ആവുന്നത് ഈ ചെറിയ ബോക്സസ് ഇല്ലേ, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇത് ഈ ഒബ്ജക്റ്റ് സ്കെയിൽ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തപ്പോൾ ഈ ഒബ്ജക്റ്റ് സ്കെയിൽ ആയിരുന്നത് പ്രൊപ്പോർഷണൽ ആയിട്ടല്ല. അപ്പോൾ ഈ ഒബ്ജക്റ്റിനെ പ്രൊപ്പോർഷണൽ ആയിട്ട് സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കീബോർഡിലെ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യാം. അതിനുശേഷം ഈ കോർണറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഈ രണ്ട് സൈഡ് ഈക്വൽ ആയിട്ടാണ് സ്കെയിൽ ആയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഏത് സൈഡായാലും പ്രൊപ്പോർഷണൽ ആയിട്ടാണ് സ്കെയിൽ ആവുക. എനിക്ക് ഒബ്ജക്റ്റ് പഴയ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് കീബോർഡിൽ എസ്കേപ്പ് പ്രസ് ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ 4 വശങ്ങളും ഈക്വൽ ആയിട്ട് സ്കെയിൽ ആവാൻ വേണ്ടിയിട്ട് കീബോർഡിൽ ആൾട്ട് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക. ആൾട്ട് ഷിഫ്റ്റ്. അതിനുശേഷം ഇത് നോക്കി ഡ്രാഗ് ചെയ്യുമ്പോൾ ഈ 4 സൈഡും ഈക്വൽ ആയിട്ടാണ് ഇപ്പോൾ സ്കെയിൽ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി മൗസ് പോയിന്റർ ശ്രദ്ധിക്കുക. ഈ ഒബ്ജക്റ്റിന് പുറത്തേക്ക് വരുമ്പോൾ അതിൻ്റെ ഷേപ്പ് ഇത് കണ്ടു, ഒരു റാ ഷേപ്പിലാണ് ഇപ്പോൾ കാണാനുള്ളത്. അതെന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ള സിമ്പിളാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പുറത്ത് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടാണ് ഞാൻ വലിക്കണമെങ്കിൽ ഇത് കണ്ടോ, ഒരു നിശ്ചിത ആംഗിളിലാണ് ഇപ്പോൾ അത് റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് സെൻറ്റർ പോയിന്റ് ബേസ് ചെയ്തിട്ടാണ് ഇതിപ്പോൾ തിരിയുന്നത്. അപ്പം ഞാൻ ഇതിലിപ്പോൾ കാണാനില്ല. ഞാൻ ഈ ഒബ്ജക്റ്റിൻ്റെ കളറൊന്ന് മാറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇവിടെ ഒരു പോയിന്റർ കാണാൻ പറ്റുന്നുണ്ട് സെൻറ്ററിൽ, കണ്ടോ? അപ്പം ഞാൻ ഈ പോയിന്റ് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവച്ചു. ഇനി ഇതിന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാൻ നോക്കാം. ഇത് കണ്ടോ, ആ പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ റൊട്ടേറ്റ് ആവുന്നത്. അപ്പോൾ ഇത് എവിടെ വെക്കണോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അത് റൊട്ടേറ്റ് ആവുക. കണ്ടോ? പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഫിക്സഡ് ആംഗിളിലാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടതെന്ന് വെക്കുക. നമുക്ക് വാല്യൂ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. 90 ടൈപ്പ് ചെയ്തു, കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ ഏത് വാല്യൂ വേണമെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ സ്കെയിൽ ചെയ്യാനും അതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യാനൊക്കെയാണ് നോക്കിയത്. ഇനി അടുത്ത ഓപ്ഷൻ വരുന്നത് സ്ക്യൂ. അപ്പോൾ ഇതൊക്കെ ഉള്ള ഈ ഓപ്ഷൻസ് ഒക്കെ ഉള്ളത് അവിടെ ഉണ്ട് കേട്ടോ. ട്രാൻസ്ഫോമിൽ കണ്ടോ, സെയിം ഓപ്ഷൻസ് തന്നെയാണ് ഇതെല്ലാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണിക്കണമെന്നേ ഉള്ളൂ. അപ്പം ഞാൻ അവിടെ സ്ക്യൂ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഈ കോർണർ പിടിച്ച് ജസ്റ്റ് ഡ്രാഗ് ചെയ്തു.
ഇതിന്റെ ഷേപ്പ് മാറി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇതിന്റെ ഷേപ്പ് മാറി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? അപ്പൊ ഇതൊരു പിക്ചർ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവും. അപ്പൊ ഞാൻ ഇവിടെ ഒരു ഫ്ലോറിന്റെ പിക്ചർ ഇവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ശേഷം യൂട്യൂബിന്റെ ഒരു ലോഗോ ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ടു, കൺട്രോൾ ടി അടിച്ചിട്ട് സ്കെയിൽ ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ സ്ക്യൂ സെലക്ട് ചെയ്തതിന് ശേഷം ഈ കോർണറിൽ പിടിച്ചു വലിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിന്റെ ഷേപ്പ് മാറി വരെ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ? അപ്പൊ ഇങ്ങനത്തെ ഓരോ ഡിസൈനുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ക്യൂ യൂസ് ചെയ്യാം. പിന്നെ അടുത്ത ഓപ്ഷനാണ് ഡിസ്റ്റോർട്ട്. ഞാനായിട്ട് പുതിയൊരു പിക്ചർ ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പെയിന്റിങ്ങിന്റെ പിക്ചറും ഉണ്ട്. നമുക്ക് ഈ ഒരു ഏരിയയിലേക്ക്, ഇത് കണ്ടില്ല, ഈ ഒരു ഷേപ്പിലേക്ക് നമുക്ക് ഈ പെയിന്റിങ്ങിനെ എങ്ങനെ പ്ലേസ് ചെയ്യാന്നുള്ളതാണ് ഡിസ്റ്റോർട്ട് വെച്ചിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പൊ അതിനായിട്ട് ഇവിടെ ഒന്ന് നീക്കി വെക്കുകയാണ്. ശേഷം ഒന്ന് സ്കെയിൽ ചെയ്തു ചെറുതായിട്ട്. ഞാൻ ഈ ക്യാൻവാസിന് സൂം ചെയ്യണം. അതിനായിട്ട് കൺട്രോൾ പ്ലസ് അടിച്ചു. ഇനി ഇതിനൊന്ന് നീക്കി വെക്കാൻ വേണ്ടിയിട്ട് സ്പേസ് ബാറിൽ, കീബോർഡിലെ സ്പേസ് ബാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹാൻഡിന്റെ സിമ്പിൾ വരും. അപ്പൊ അതനുസരിച്ച് നമുക്ക് ക്യാൻവാസിനെ എങ്ങനെ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇവിടുന്ന് ഡിസ്റ്റോർട്ട് സെലക്ട് ചെയ്തിട്ട് ഇതിന്റെ ഈ കോർണറിൽ കറക്റ്റ് കൊണ്ടുവച്ചു. അതിനുശേഷം ഈ കോർണർ ഇവിടെയും വെച്ചു. ഈ ഷേപ്പിലേക്കാണ് നമ്മൾ മാറ്റുന്നത്. ടോപ്പില് ഇവിടെ കൊണ്ടുവച്ചു. അതുപോലെ തന്നെ ഇതിവിടെയും വെച്ചു. അപ്പൊ ഇത് നോക്കി, ഒന്നും കൂടെ ശരിയാവാണ്ട്. ഇവിടെ മാക്സിമം സൂം ചെയ്യുമ്പോൾ നമുക്ക് അത്രയും പെർഫെക്ഷൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇപ്പൊ നോക്കി, ആ ഒരു ഷേപ്പിലേക്ക് നമ്മുടെ ആ പിക്ചർ പ്ലേസ് ആയിട്ടുണ്ട്. അതിനുശേഷം എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ബൗണ്ടിങ് ബോക്സ് പോവും. അപ്പോൾ ക്യാൻവാസിന് സൂം ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ പ്ലസും അതുപോലെ സൂം ഔട്ട് ചെയ്യാൻ വേണ്ടി കൺട്രോൾ മൈനസും യൂസ് ചെയ്യാം. ഇനി നീക്കാൻ വേണ്ടിയിട്ട് കീബോർഡിലെ സ്പേസ് ബാർ പ്രസ് ചെയ്തിട്ട് നീക്കുക. അപ്പൊ ഇതിന്റെ ഷോർട്ട് കീകളും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ അടുത്ത ഓപ്ഷനാണ് പെർസ്പെക്റ്റീവ്. അപ്പൊ ഞാൻ ഇവിടെ വേറൊരു പിക്ചർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ലാലേട്ടൻ്റെ ഒരു പിക്ചർ ഇവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അതിന് കൺട്രോൾ എ അടിച്ചു. അപ്പൊ ടോട്ടൽ ഇവിടെ സെലക്ഷൻ വന്നു. കൺട്രോൾ സി കോപ്പി ചെയ്തു, ഇവിടെ കൊടുത്തിട്ട് കൺട്രോൾ വി അടിച്ചിട്ട് പേസ്റ്റ് ചെയ്തു. അപ്പൊ ഈ ഒരു ഓപ്ഷൻ പറയണതിന് മുന്നേ ഞാൻ വേറൊരു ഓപ്ഷൻ കൂടെ പറയാം. അപ്പൊ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് എന്നിട്ടൊരു ഇത് കണ്ടില്ലേ, അതിൽ ഞാൻ ക്ലിക്ക് ചെയ്യണം. അപ്പൊ ഈ ഒരു ലെയർ ഇപ്പൊ സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് ഈ പിക്ചർ ഒരു സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഈ സ്മാർട്ട് ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ള സംശയം ഉണ്ടാവും നിങ്ങൾക്ക്. അപ്പൊ എന്താ ഞാൻ പറയാം. സ്മാർട്ട് ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു ഇൻഡിവിജ്വൽ ലെയർ ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഞാൻ അപ്പോൾ അവിടത്തേക്ക് ഒരു പിക്ചർ കൊടുക്കും, ലാലേട്ടൻ്റെ പിക്ചർ കൊടുക്കും. അതിന്റെ വിഡ്ത്തും ഹൈറ്റും എത്രയാന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സെലക്ഷൻ വന്നിട്ടുണ്ട്. F8 അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇൻഫർമേഷൻസ് കിട്ടും. ഇപ്പൊ 900 ആണ് ഇതിന്റെ വിഡ്ത്ത്, അതുപോലെ തന്നെ 533 ആണ് ഹൈറ്റ്. ഓക്കെ, ഇനി ഞാൻ ഇവിടെ വെച്ചിട്ട് ചെറുതാക്കണം. സ്കെയിൽ ചെയ്തിട്ട് ചെറുതാക്കി എൻ്റർ അടിച്ചു. ഇനി ഇതിന്റെ സൈസ് നോക്കുക. 252 ഇൻറ്റു 149 ആയിട്ടുണ്ട്. കണ്ടോ? നമ്മൾ ഇവിടെ വെച്ചിട്ട് അതിനെ സ്കെയിൽ ചെയ്ത് ചെറുതാക്കി. പക്ഷേ നമ്മൾ ഒറിജിനൽ ഇമേജ് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പൊ അതിന് വേറെ ഒരു വിൻഡോയിൽ ഇവിടെ ഓപ്പൺ ആക്കി തരും. കണ്ടോ? അപ്പൊ ഇതിന്റെ സൈസ് നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം. കൺട്രോൾ എ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സൈസ് കിട്ടും. 900 തന്നെ ഉണ്ട്. ഇവിടെ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ എപ്പോഴും പിക്ചറൊക്കെ എടുത്തിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഈ സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കിയിട്ട് വർക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആക്ച്വൽ സൈസ് ഒന്നും നഷ്ടപ്പെടാതെ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും.
അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വീണ്ടും ലെയറുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഈ സ്മാർട്ട് ഒബ്ജക്റ്റിന്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് വേണമെങ്കിൽ വീണ്ടും ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ സ്മാർട്ട് ഒബ്ജക്റ്റ് കൊണ്ടുള്ള ഗുണം. നേരെ മറിച്ച് നമ്മൾ ഇങ്ങനെ എല്ലാം ചെയ്യണമെങ്കിൽ, സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കാണ്ടാണ് നമ്മളൊരു പിക്ചർ വർക്ക് ചെയ്യണമെങ്കിൽ, നമ്മൾ ചെറുതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് അതിനെ വലുതാക്കണം തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്വാളിറ്റി പോകും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കിയിട്ട് വർക്ക് ചെയ്യുക. പ്രത്യേകിച്ച് നമ്മൾ സ്ക്യൂ, പെർസ്പെക്റ്റീവ്, ഡിസ്റ്റോർട്ട് തുടങ്ങിയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുമ്പോൾ എന്തായാലും സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കിയിട്ട് വർക്ക് ചെയ്യുക. അപ്പം ഞാനൊന്ന് പെർസ്പെക്റ്റീവ് സെലക്ട് ചെയ്യണം. അതിനുശേഷം ഈ ഒരു കോർണർ പിടിച്ചു. കോർണർ പിടിച്ച് ഡ്രാഗ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണം നോക്കി, അതിൻ്റെ ഷേപ്പ് ഈ ഒരു രൂപത്തിലേക്ക് ആക്കി മാറിയിട്ടുണ്ട്. കണ്ടില്ലേ? അങ്ങനെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് പിടിക്കുമ്പോൾ കണ്ടോ അതിൻ്റെ വ്യത്യാസം. അപ്പം ഇങ്ങനത്തെ ഷേപ്പുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെർസ്പെക്റ്റീവ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇനി ഇതിൽ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ടോ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ടൈപ്പിംഗ് ടൂൾ ക്ലിക്ക് ചെയ്തു ശേഷം ടൈപ്പ് ചെയ്യണം. ഇനി കൺട്രോൾ ടി അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഓപ്ഷൻ ഇവിടെ ഡിസേബിൾഡ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ലെയറിനെ സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കിയിട്ട് മാറ്റാം. ഓക്കെ, ഇനി കൺട്രോൾ ടി അടിക്കുമ്പോൾ ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. കണ്ടോ, പെർസ്പെക്റ്റീവ് എന്നിട്ട് വന്നിട്ടുണ്ട്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഏത് ഷേപ്പിലാണോ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാറ്റിയതിനു ശേഷം എൻ്റർ ചെയ്യാം. ഓക്കെ, നമ്മൾ സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കിയോണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടെക്സ്റ്റ് വേണമെങ്കിൽ നമുക്ക് വീണ്ടും എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റിനെ എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് കീബോർഡിലെ കൺട്രോൾ കീ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ കൺട്രോൾ ഇതിൽ ഹോൾഡ് ചെയ്തതിന് ശേഷം ഈ കോർണറിൽ പിടിച്ച് നോക്കി കണ്ടോ ചേഞ്ച് വരുന്നുണ്ടോ. ഇനി അതിൻ്റെ കൂടെ തന്നെ ആൾട്ട് കൂടെ പ്രസ് ചെയ്തു. അപ്പോൾ അത് കണ്ടില്ലേ, രണ്ട് സൈഡിലും അതിൻ്റെ വ്യത്യാസം വരുന്ന കണ്ടില്ലേ. ഇനി അതിനോടും കൂടെ ഷിഫ്റ്റ് കൂടെ ഞാൻ ഹോൾഡ് ചെയ്യണം. കണ്ടോ, പെർസ്പെക്റ്റീവ് വ്യൂ ആണ് നമ്മളിപ്പോൾ ലാസ്റ്റ് എടുത്തില്ലേ. അപ്പോൾ ഈ കീബോർഡിലെ ഈ ഓരോ കീ വെച്ചിട്ടും നമുക്ക് ഈ ഓപ്ഷൻസ് ഒക്കെ എടുക്കാൻ പറ്റും. പിന്നെ അടുത്തതാണ് വാർപ്പ് എന്ന് പറയുന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്തു കുറേ സ്ക്വയറുകളോട് വന്നിട്ടുണ്ട്. നമുക്കിതിൽ ഓരോ പോയിന്റിലും വേണമെങ്കിൽ നമുക്ക് നീക്കി വെക്കാനൊക്കെ സാധിക്കും. അതായത് പിക്ചറിനെ നമുക്ക് റീഷേപ്പ് ചെയ്യാൻ സാധിക്കും. കണ്ടോ, ഓരോ പോയിന്റും നീക്കുമ്പോൾ ആ ഒരു ഏരിയ മാത്രം നീങ്ങുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് നമുക്ക് മെയിനായിട്ട് ഒരു പിക്ചറിനെ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ നമുക്കൊരു ടെക്സ്റ്റിന്റെ എഫക്റ്റുകൾ വേണമെങ്കിൽ ഇത് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് അതിനോട് റിലേറ്റഡ് ആയിട്ട്. നമുക്ക് ആർക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇമേജ് ഒരു ആർക്ക് ഷേപ്പിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ഇങ്ങനത്തെ എഫക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാനൊക്കെ അതുകൊണ്ട് പറ്റും. നമ്മളെപ്പോഴും കാണുന്നൊരു ഫിഷ് ഐ എന്ന് പറഞ്ഞിട്ടുള്ളൊരു എഫക്റ്റ് ഒക്കെ ഇല്ലേ, ഇതൊക്കെ ഇത് വെച്ചിട്ട് വേണം ക്രിയേറ്റ് ചെയ്യാം. കണ്ടോ, ഇനി ഇതിൽ ഫ്ലാഗിന്റെ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. കണ്ടോ പിക്ചറിന്. അപ്പൊ ഇത് ഈ ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾ എടുത്ത് നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇനി വാർപ്പ് യൂസ് ചെയ്തിട്ട് ഒരു ടെക്സ്റ്റ് എഫക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അത് നമ്മൾ ടൈപ്പ് ചെയ്യണം. അഡോബ് ഫോട്ടോഷോപ്പ് എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഇതിനെ സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കി. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണം, സ്മാർട്ട് ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറണം. ഇനി ഇതിൻ്റെ കുറച്ച് കോപ്പീസ് നമുക്ക് എടുക്കണം. അപ്പോൾ ക്യാൻവാസിൻ്റെ സൈസ് നമുക്ക് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. 5, 9, 3 തന്നെ ഹൈറ്റും കൊടുത്തു. ഒന്ന് നീക്കി വെച്ചതിന് ശേഷം ആൾട്ട് ഹോൾഡ് ചെയ്തിട്ട് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി അവിടെ വരും. അതല്ലാന്നുണ്ടെങ്കിൽ കൺട്രോൾ ജി അടിച്ചിട്ട് നീക്കി വെച്ചാലും മതി. ഓക്കെ, ഇനി അവിടുത്തെ കൺട്രോൾ എസ് അടിച്ചിട്ട് സേവ് ചെയ്യണം. കൺട്രോൾ എസ് അടിച്ച് സേവ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങളില്ലേ, ഇതെല്ലാം ഇപ്പുറത്ത് വന്നിട്ടുണ്ടാവും. കണ്ടോ, ഇനി കൺട്രോൾ ടി അടിച്ചിട്ട് ഞാനത് ചെറുതാക്കണം. ഓക്കെ, ഇത്ര മതി. ഇനി റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് വാർപ്പ് സെലക്ട് ചെയ്തു. ഇവിടെ പോയിട്ട് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാണ്, ഫിഷ് ഐ എന്നിട്ട് സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ കണ്ടില്ലേ ഒരു പോയിന്റ് കണ്ടില്ലേ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ ഇത് കണ്ടോ സംഭവിക്കുന്നുണ്ടോ.
നമുക്ക് ഇതുപോലെയുള്ള ടെക്സ്റ്റിൻ്റെ എഫക്റ്റുകളൊക്കെ നമുക്ക് ഈ വാർപ്പ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഓപ്ഷൻ കൂടി ഞാൻ കാണിച്ചു തരാം. ഇതിൽ ആർച്ച് സെലക്ട് ചെയ്തു. അപ്പോൾ ഇത് കണ്ടോ, ഒരു ആർച്ച് ഷേപ്പിലാണ് ടെക്സ്റ്റ് വന്നിട്ടുള്ളത്. ഇനി അടുത്തത് റൊട്ടേറ്റ് 180 ഡിഗ്രി കണ്ടില്ലേ. അതുപോലെ നെക്സ്റ്റ് റൊട്ടേറ്റ് 90 ഡിഗ്രി ക്ലോക്ക് വൈസ്, അതുപോലെ റൊട്ടേറ്റ് 90 ഡിഗ്രി കൗണ്ടർ ക്ലോക്ക് വൈസ്. ഇനി ഇതിൻ്റെ താഴത്തുള്ളത് ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ, ഹൊറിസോണ്ടലായിട്ട് ഫ്ലിപ്പ് ആവും. അതുപോലെ ഫ്ലിപ്പ് വെർട്ടിക്കൽ, തലകീഴായിട്ട് വരും. ഈ ഒരു ക്ലാസ്സിന് ഞാൻ ഇത്രയും കാര്യങ്ങളെ പറയുള്ളൂ. ഈ പറഞ്ഞതെല്ലാം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ഫോട്ടോഷോപ്പ് പഠിക്കാൻ താല്പര്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെ സപ്പോർട്ട് ഞാൻ തിരിച്ചും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.